എല്ലാ മാധ്യമങ്ങളും പാട്ടുകൂട്ടം കോഴിക്കോടിൻ്റെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നത്തെ യോഗവും നമ്മുടെ 22 പരിപാടി 3 മാസം മുമ്പേ പ്ലാൻ ചെയ്ത പരിപാടിയാണ് പാട്ടുകൂട്ടം കോഴിക്കോടിൽ സ്ഥിരമായി വരുന്ന ടൗൺ ഹാളിലെ ലോക ഫോക്ലോർ ദിനാചരണം, വാർഷിക സമ്മേളനം, വാർഷിക പുരസ്കാര വിതരണം, നാടോടിയോത്സവം, വൈജ്ഞാനിക ക്ലാസുകൾ ഒക്കെ. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് അറിയില്ല, വരും സമയം എന്താണെന്ന് അറിയില്ല. എന്നിരുന്നാലും കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ദുരിതത്തിൽപ്പെട്ട് ജീവഹാനി സംഭവിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൂട്ടത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഈ വേളയിൽ. അങ്ങനെ മാത്രമാണ് നമുക്ക് ഈ ഓരോ യുഗവും തുടങ്ങാൻ കഴിയുക. നമ്മൾ അവർക്കൊരു പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല, പാട്ടുകൂട്ടത്തിൻ്റെ ഒരു കലാസംഘം എന്നതിലുപരിയായിട്ട് സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ജീവസഹായ വിതരണത്തിന് പരിപാടി നമ്മൾ 9 വർഷമായി തുടരുന്നുണ്ട്. അതിപ്പോൾ വയനാട് ഉൾപ്പെടെയുള്ള ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് അങ്ങനെയും ഒരു റോള് നമ്മൾ ഈ ഒരു പ്രൊജക്ട് പരിപാടി ഭാഗമായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കല മാത്രമല്ല, സമൂഹം വലുതാണ് എന്ന കാഴ്ചപ്പാടോട് കൂടിയാണ് പാട്ടുകൂട്ടം കോഴിക്കോട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം ഓഗസ്റ്റ് 22 പാട്ടുകൂട്ടം കോഴിക്കോട് 25ാം വാർഷിക ആഘോഷമാണ്. കൂടാതെ ലോക ഫോക്ലോർ ദിനമാണ്, ലോക ഫോക്ലോർ ദിനാചരണമാണ്. കൂടാതെ വ്യത്യസ്ത മേഖലകളിൽ, സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം സേവനം അനുഷ്ഠിച്ചു വരുന്ന 4 പേർക്ക് വാർഷിക പുരസ്കാര അതിൻ്റെ വിതരണ പ്രഖ്യാപനം കൂടിയാണ് ഇന്ന്. അപ്പം അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഈ പരിപാടിയുടെ വാർഷിക പുരസ്കാര സമിതിയുടെ ചെയർമാൻ, സംഘാടക സമിതിയുടെയും പൊതു സംഘാടക സമിതിയുടെ ചെയർമാൻ, മുഖപുര കോഴിക്കോടിന് കേരളത്തിന് മുഖപുര ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ബാബുവേട്ടൻ, ശ്രീ ബാബു വളശ്ശേരി. അധികം പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹമാണ് ഈ വേദിയിലെ അധ്യക്ഷൻ. ഒപ്പം ലോക്കൽ കമ്മിറ്റി സബ് കമ്മിറ്റി കൺവീനർ ചെയർമാനും ജൂറി അംഗവുമായിട്ടുള്ള മറ്റൊരു വ്യക്തിത്വം. അദ്ദേഹത്തിന് മുഖപുര ആവശ്യമില്ല, കോഴിക്കോടിന് മുഖപുര ആവശ്യമില്ല, ശ്രീ ആർ ജയന്തികുമാർ. അദ്ദേഹവുമുണ്ട്. അനുഷ്ഠാന കലാകാരനും അധ്യാപകനും ഗവേഷകനും ചിത്രകാരനും ഫോട്ടോഗ്രാഫറും ഒക്കെ ആയിട്ടുള്ള ശ്രീ സന്ദീപ് സത്യമുണ്ട്. മികച്ച സംഘാടകയും കവിയത്രിയും സംഘാടകയും ഒക്കെ ആയിട്ടുള്ള സീനത്തുണ്ട്. ഇവരൊക്കെ പരിചയപ്പെടുത്തുന്നു. ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു യോഗത്തിലെ അധ്യക്ഷത പദവിയിലേക്ക് ബഹുമാനപ്പെട്ട ഏറെ പ്രിയപ്പെട്ട ശ്രീ ബാബു വളശ്ശേരി അവരുടെ സ്നേഹത്തോടെ ക്ഷണിച്ചു പോകുന്നു. പ്രിയ സുഹൃത്തുക്കളെ, പാട്ടുകൂട്ടം കോഴിക്കോട് 25 വർഷക്കാലമായി അതിൻ്റെ പ്രവർത്തനം നടത്തി വരികയാണ്. 2024 അതിൻ്റെ വാർഷിക പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. 4 പ്രമുഖ വ്യക്തികൾക്കാണ് വാർഷിക പുരസ്കാരം. അതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കാനും നാടൻ പാട്ടിന് കൂടുതൽ പ്രാമുഖ്യം നൽകിയുള്ള പ്രവർത്തനത്തിനുമൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടാണ് പാട്ടുകൂട്ടം കോഴിക്കോട് പ്രവർത്തിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി ഫോക്ലോർ ശില്പശാല, ജീവസഹായ വിതരണം, വാർഷിക പുരസ്കാര സമർപ്പണം, സിനിമാ പ്രദർശനം, നാടൻ പാട്ട് ഉത്സവം, ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിനുമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ വിപുലപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. 2024 വാർഷിക പുരസ്കാരം ഫോക്ലോർ ദിനമായ ഓഗസ്റ്റ് 22 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ദിനാഘോഷം എല്ലാ അർത്ഥത്തിലും ഗാംഭീര്യം നൽകുന്ന രീതിയിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ശ്രീമതി കാനത്തിൽ ജമീലയാണ് നിർവഹിക്കുന്നത്.
കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട് അതിന്റെ മുഖ്യ അതിഥിയായിരിക്കും. അന്ന് തന്നെ രാവിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ വകുപ്പ് മുൻ മേധാവി ഡോക്ടർ ഇ.കെ. ഗോവിന്ദവർമ്മ രാജ ഫോക്ലോർ ദിന സന്ദേശം നൽകും. രാവിലെയുള്ള ശില്പശാല, ആ ശില്പശാല 80 വിദ്യാർത്ഥികൾ ആ ശില്പശാലയിൽ പങ്കെടുക്കും. പുതിയ തലമുറയിലേക്ക് നാടൻ പാട്ടിനെയും നാടൻ കലകളെയും സന്നിവേശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ പ്രഖ്യാപിച്ച അവാർഡ് സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ സാന്നിധ്യമായിരുന്ന, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ഒരു മരണാനന്തര പുരസ്കാരമാണ് ശ്രീ റഹീം പൂവാട്ടുപറമ്പ്. അദ്ദേഹത്തിന് സാംസ്കാരിക രത്നം എന്ന പുരസ്കാരമാണ് നൽകുന്നത്. കലാ സാംസ്കാരിക മേഖലയിൽ ഒട്ടേറെ സംഭാവന ചെയ്ത വ്യക്തിയായിരുന്നു റഹീം പൂവാട്ടുപറമ്പ്. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ നടീനടന്മാരുമായി നല്ല ബന്ധമുള്ള അദ്ദേഹം നിരവധി കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും വളർത്തിയെടുക്കാനും ആത്മാർത്ഥമായി സഹായിച്ചിട്ടുണ്ട്. മുതിർന്ന മാധ്യമ പ്രവർത്തകരും സംഘാടകരും തിരക്കഥാകൃത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ എന്നീ മേഖലയിലെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന് ജീവിക്കുന്ന കാലത്ത് ഒരു അവാർഡ് നൽകാൻ കഴിയാതെ പോയിട്ടുണ്ട്. അത് നികത്തിക്കൊണ്ട് മരണാനന്തര പുരസ്കാരം റഹീം പൂവാട്ടുപറമ്പ് സാംസ്കാരിക രത്നം എന്ന രീതിയിൽ നൽകുകയാണ്. രണ്ടാമത് മാധ്യമരത്നം പുരസ്കാരമാണ്. നിങ്ങളോടൊപ്പമുള്ള ഷിത ജഗത്, അവർക്കാണ് ഈ അവാർഡ്. അവരെ പറ്റി നമ്മൾ പറയുന്നത് അധികമാവും. പ്രശസ്ത മാധ്യമ പ്രവർത്തക, സംസ്ഥാന മാധ്യമ പുരസ്കാരം, നവകേരള പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തന മേഖല ശ്രദ്ധേയമായ ഒട്ടേറെ സ്റ്റോറികൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തനരംഗത്ത് ശ്രദ്ധേയമായ സമഗ്ര സംഭാവനകൾ മാനിച്ച് മാധ്യമരത്നം പുരസ്കാരം നൽകി അവരെയും ഈ സന്ദർഭത്തിൽ ആദരിക്കുകയാണ്. മറ്റൊന്ന് ചലച്ചിത്ര രത്നം പുരസ്കാരമാണ്. അത് രാഹുൽ കൈമലക്കാണ്. ഈ അടുത്തിറങ്ങിയ ചോപ്പ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനും എല്ലാമായിട്ടുള്ള എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയാണ് രാഹുൽ കൈമല. രാഷ്ട്രീയ സാമൂഹ്യ പ്രാധാന്യമുള്ള ചോപ്പ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനും കൂടിയാണ്. അദ്ദേഹത്താണ് ചലച്ചിത്ര രത്നം അവാർഡ്. മറ്റൊന്ന് ബാലൻ വേട്ടുപുരക്കൻ, അദ്ദേഹം നാടൻ കലാ രത്നം എന്ന അവാർഡാണ് നൽകുന്നത്. പതിറ്റാണ്ടുകളായി തറയാട്ടം, വാദ്യം, മുഖമെഴുത്ത്, നരിക്കളി തുടങ്ങിയ അടിസ്ഥാന നാടൻ കലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ബാലൻ വീട്ടുപുരക്കൽ. നൂറുകണക്കിന് ശിഷ്യന്മാരും ഇദ്ദേഹത്തെ കൊണ്ട് ഈ മേഖല സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. 4 വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെയാണ് 22 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ആദരിക്കുന്നത്. ഈ കലാകാരന്മാരെ സെലക്ട് ചെയ്ത ജൂറി കമ്മിറ്റി ബാബു പറശ്ശേരി ചെയർമാനും ഗിരീഷ് ആന്ധ്ര കൺവീനറും ആർ ജയന്തകുമാർ, സന്ദീപ് സത്യൻ, കോട്ടക്കൽ ഭാസ്കർ എന്നീ 5 പേരടങ്ങുന്ന സംഘമാണ് ഈ പ്രമുഖ വ്യക്തികൾക്ക് തന്നെ അവാർഡ് നൽകണം എന്ന് നിശ്ചയിച്ച ജൂറി കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചത്. ഇതിന്റെ പരിപാടി 22 നടക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. എല്ലാ കലകളുടെയും തുടക്കം നാടൻ കലകളിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ വീണ്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അന്യം നിന്ന് പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനൊക്കെ പിൻബലം നൽകത്തക്ക രീതിയിൽ നിങ്ങൾ ഈ പരിപാടിയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടി ശ്രമിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ശ്രീ ആർ ജയന്തകുമാർ, 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ബാബുവേട്ടനും ഗിരീഷ് ജി എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു കാര്യം മാത്രം പറയാനുള്ളൂ. കോഴിക്കോട് സാഹിത്യത്തിന് നഗരിയാണ്, അതുപോലെ തന്നെ കോഴിക്കോട് സംഗീതത്തിന് നഗരി കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ നാടൻ പാട്ടുകൾ കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. ആ പരിപാടി നല്ല രീതിയിൽ കവർ ചെയ്യുക. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നന്ദി. സന്ദീപ് സത്യൻ ജോലിയാണ്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. ആ ദിവസത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതും കൂടെ ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും എന്റെ പേരിലും പാട്ടുകൂട്ടം കോഴിക്കോടിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു.